ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ പ്രൊമോ വന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഏഷ്യാനെറ്റ് എന്തുകൊണ്ടാണ് അടുത്ത അപ്ഡേറ്റ് പുറത്തുവിടാത്തത്? അവർ എന്തോ വലിയൊരു കെണി അണിയറയിൽ ഒരുക്കുന്നുണ്ട്. ഔദ്യോഗിക വിവരങ്ങൾ വരാൻ വൈകുമ്പോഴും ബിഗ് ബോസ് ടീമിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് ലോഗോയും ചരിത്രവും പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ചരിത്രത്തിൽ ആദ്യമായി ലോഗോയിൽ ഒളിപ്പിച്ചു വെച്ച് കടത്തിയ ആ ഗ്രീക്ക് രഹസ്യം എന്താണ്? കോമണേഴ്സിനെ കാത്തിരിക്കുന്ന യഥാർത്ഥ പരീക്ഷണം എന്തായിരിക്കും? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ആദ്യം തന്നെ സീസൺ 8 ആ കത്തുന്ന ലോഗോയിലേക്ക് നോക്കൂ. മജന്തയും കടും ചുവപ്പും സ്വർണ്ണ നിറവും കലർന്ന ആ കണ്ണിൽ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു വാക്കു കാണാം. ഗ്രീക്ക് ഭാഷയിൽ ഇതിനർത്ഥം ഡെമോക്രസി അഥവാ ജനാധിപത്യം എന്നാണ്. ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായാണ് ലോഗോയിൽ ഇങ്ങനെ ഒരു വാക്ക് വരുന്നത്. ഇതിനർത്ഥം എന്തായിരിക്കും? ഈ അഗ്നിപരീക്ഷയിൽ ആര് ജയിക്കണം, ആര് മെയിൻ ഷോയിലേക്ക് വരണം എന്ന് തീരുമാനിക്കുന്നത് ഏഷ്യാനെറ്റ് മാത്രമല്ല, 100% ജനവിധിയിലൂടെ ആയിരിക്കും. കോമണേഴ്സിനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനുള്ള വൻ അവസരമാണ് വരുന്നത്. ഇനി എന്താണ് ഈ അഗ്നിപരീക്ഷ? ഇതിന്റെ ഉത്തരം കിട്ടാൻ നമ്മൾ ബിഗ് ബോസ് തെലുങ്കിലേക്ക് നോക്കണം. അവിടെ ഈ റിയാലിറ്റി ഷോ വലിയ വിജയമായിരുന്നു. മുൻ സീസണുകളിലെ ശക്തരായ മത്സരാർത്ഥികളാണ് അവിടെ ജഡ്ജസായി വന്നത്. മലയാളത്തിലും അങ്ങനെ സംഭവിച്ചാൽ ആലോചിച്ചു നോക്കൂ. അഖിൽ മാരാറോ, റിയാസ് സലീമോ, റോബിനോ ഒക്കെ വന്ന് നിങ്ങളെ ചോദ്യം ചെയ്താൽ ഒരു സാധാരണക്കാരന് ആ സൈക്കോളജിക്കൽ പ്രഷർ താങ്ങാൻ പറ്റുമോ? നിങ്ങളുടെ ദേഷ്യവും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മെയിൻ ഷോയ്ക്ക് മുൻപ് തന്നെ ജനങ്ങൾ കാണും. ഇതൊരു വൻ അഡ്വാൻസും അതേസമയം വലിയൊരു ചതിക്കുഴിയുമാണ്. മെയിൻ ഷോയിൽ കയറും മുൻപ് തന്നെ സ്വന്തം ക്യാരക്ടർ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു കാട്ടേണ്ടി വരുന്നത് കോമണേഴ്സിന് ഗുണം ചെയ്യുമോ അതോ ദോഷം ചെയ്യുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ബിഗ് ബോസ് സീസൺ 8 കൂടുതൽ ഇൻസൈഡർ സൈക്കോളജിക്കൽ വിശകലനങ്ങൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയുമായി ഉടൻ കാണാം. ബൈ.